ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പം ഈ ഒരു സീസൺ 7ലെ ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പം ഇത്രയും സീസൺസ് നടന്നു. അപ്പോൾ ഒരു സീസൺ 7ൽ ഇത്രയും ഭയങ്കര ഹൈപ്പിലൊക്കെ ഒരു 7 എത്തി, 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീസൺ വരുമ്പോൾ ആദ്യ ആഴ്ചയിലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ മികച്ചൊരു ടാസ്ക് കാണാമെന്നൊക്കെ കരുതിയായിരിക്കും പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈവ് കണ്ടവരൊക്കെ മികച്ചൊരു ടാസ്ക് കാണാനായിരിക്കും കാത്തിരുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. അമ്മാതിരി ഒരു ഊള ടാസ്ക് ആയിരുന്നു. ഇതിലും ഭേദം ടാസ്ക് നടത്താതെ ഇരിക്കുന്നതായിരുന്നു. ആദ്യ ടാസ്ക് തന്നെ ഒരു പ്രാങ്ക് പോലെയായി. ബിഗ് ബോസിന്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിന് തന്നെ ഒരു നിലപാടില്ലാത്ത രീതിയിലായി പോയി. കാരണം ഒരു ടാസ്ക് ലെറ്റർ ഒക്കെ വന്നു. ആ ടാസ്ക് ലെറ്ററിൽ കാര്യം പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനമാണ് ഓരോ ടാസ്ക് ലെറ്ററിലും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഒക്കെ ഉള്ളത്. എന്താണെന്നുണ്ടെങ്കിലും കൊള്ളാം. ആദ്യ ആഴ്ചയിൽ തന്നെ അത്ര ശോകം ടാസ്ക് തന്നെ കാണേണ്ടി വന്നു. ലൈവ് ഒക്കെ വളരെ വൻ ശോകമാണ്. കണ്ടസ്റ്റൻസിന്റെ അവസ്ഥയും ഒന്ന് രണ്ട് പേരെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകം തന്നെയാണ് കണ്ടസ്റ്റൻസിന്റെ അവസ്ഥയും. ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ഫയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, അടിയെങ്കിൽ അടി, വെട്ടെങ്കിൽ വെട്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം കണക്ക് തന്നെയാണ്. അപ്പം ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് നമ്മുടെ ഷേവിംഗ് ക്രീം ആൻഡ് പേപ്പർ പ്ലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ബിഗ് ബോസ് ഹൗസിന് വന്നതിന് ശേഷം ഈ ഒരാഴ്ച ക്യാപ്റ്റൻ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആരാണോ അവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുക എന്നതാണ് ഈ പറഞ്ഞൊരു ടാസ്ക്. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഓക്കെ, എല്ലാവരും ഷേവിംഗ് ക്രീമും കാര്യങ്ങളും ഒക്കെ തേച്ചു. അപ്പൊ നമ്മുടെ അനീഷാണ് വന്നത് മുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും. ആ ഒരു ഒറ്റയാൾ കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെടൽ കളികൾ, എലോൺ സ്ട്രാറ്റജി ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്. നമ്മുടെ സീസൺ 2ലെ നമ്മുടെ രജിത് കുമാറിന്റെ ഒരു സ്റ്റൈലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സീസൺ 6ൽ നമ്മുടെ രതീഷിന്റെ ഒരു സ്വഭാവം മൊത്തം ചൊറിയൻ സ്വഭാവമായിരുന്നു. എല്ലാരെയും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് ഒറ്റപ്പെട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്ത് പറയുന്നു അതിന്റെ ഓപ്പോസിറ്റേ പുള്ളി ചെയ്യുള്ളൂ, പറയത്തുള്ളൂ. എങ്ങനെയെങ്കിലും വേറിട്ട് നിൽക്കുക, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ആള് പുറത്താകുമെന്ന് ബിഗ് ബോസിന് തന്നെ തോന്നിക്കാണണം. അതുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ഒരു മോശം പരിപാടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചതിപ്രയോഗം ആ ഒരു ടാസ്കിനുള്ളിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ടാസ്ക് തുടങ്ങി നമ്മുടെ അനീഷ് തന്നെയാണ് ആ ടാസ്ക് തുടങ്ങി വെച്ചത്. അതായത് ഷേവിംഗ് ക്രീം നമ്മുടെ ശാരികയുടെ മുഖത്ത് തേക്കുന്നു. അപ്പം ഈ ഒരു ശാരികയുടെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ ഒരു സംസാര വിഷയം എടുത്തു പറഞ്ഞ് ഇവര് പ്രേക്ഷകരെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് തേച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ചേർന്ന് ഈ അനീഷിനെ പഞ്ഞി കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരും ഇന്നലെ മുതൽ വെറുപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുഖത്ത് കൊണ്ടുവന്ന് ഈ പറയുന്നത് പോലെ ഷേവിംഗ് ക്രീം തേച്ചു. അതുപോലെ ഒന്ന് രണ്ട് പേരുടെ മുഖത്തൊക്കെ ചില ഓരോ കണ്ടസ്റ്റൻസ് ഒക്കെ തേച്ചു എന്നതല്ലാതെ അധികം ഷേവിംഗ് ക്രീം ഒന്നും തേക്കേണ്ടി വന്നില്ല. എല്ലാവരും തന്നെ മെജോറിറ്റി ഓഫ് പീപ്പിൾസും ഈ പറയുന്നത് പോലെ അനീഷിന്റെ മുഖത്താണ് തേച്ചത്. സോ ഫൈനലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 6-7 കണ്ടസ്റ്റൻസിന്റെ മുഖത്ത് തേച്ചിട്ടില്ല. അപ്പൊ ബിഗ് ബോസ് വിളിക്കുന്നു, ഈ 6-7 കണ്ടസ്റ്റൻസ് എഴുന്നേൽക്കുന്നു. അപ്പൊ ചിലപ്പോൾ ഒരു ടാസ്ക് ആവുക എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ കണ്ടിരിക്കുന്ന നമ്മളും ഇതൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇവർ തമ്മിൽ ഒരു ടാസ്ക് ആയിരിക്കും, ഷേവിംഗ് ക്രീം തേക്കാത്ത അത്രയും കണ്ടസ്റ്റൻസുകൾ തമ്മിൽ ഒരു നല്ലൊരു ഇടിവെട്ട് ടാസ്ക് കാണാം. സീസൺ തുടങ്ങിയതല്ലേ, അപ്പൊ 7ന്റെ പണി തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞെത്തി ഒരു 7ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടാസ്ക് ലെറ്റർ പ്രോപ്പറായിട്ട് വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം തേച്ച നമ്മുടെ അനീഷിനെ ഈ ഒരു സീസണിലെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ടാസ്ക് ലെറ്ററിലൊന്നും എന്റെ അറിവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തേക്കുന്ന ഒരാളായിരിക്കും ഈ ഒരു സീസണിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. എന്റെ അറിവിൽ ഇല്ല. അപ്പം ആ ഒരു ടാസ്ക് ലെറ്ററിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളുടെ മുഖത്ത് തേക്കണം, പിന്നെ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനം അവിടെ എന്തുകൊണ്ട് എടുത്തു എന്നതൊന്നും ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും ഒരു മോശം ക്യാപ്റ്റൻസി ടാസ്കോട് കൂടി തന്നെയാണ് ഈ ഒരു സീസൺ തുടങ്ങിയിരിക്കുന്നത്. ഇനി അപ്പം മുന്നോട്ട് എങ്ങനെയാകുമെന്ന് ഒരു ഐഡിയ ഇല്ല. 7ന്റെ പണി, അതുപോലെ കമ്മിറ്റിക്കിട്ട് പണിയും ഇമാതിരി പ്രൊമോ എല്ലാം അടിച്ചു വിട്ടിട്ട് നമ്മുടെ ഇതിലും ഭേദം മറ്റേ ബലൂൺ പൊട്ടിക്കല്, കസേരകളി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല് ടാസ്ക് ഒക്കെ തന്നെയായിരുന്നു. ഇത് ഒരുമാതിരി ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുന്ന രീതിയിൽ ഒരു ടാസ്ക് ഒക്കെ എടുത്തിട്ടേക്കുവാണ് സീസൺ 7ലെ ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക്. എന്താണ് അവസ്ഥ നടത്തില്ല മുന്നോട്ടുള്ളത്? എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്തെങ്കിലും പ്രതീക്ഷ വെക്കണോ ഈ ഒരു സീസണിലും? കണ്ടസ്റ്റൻസും ഒരവസ്ഥ, ബിഗ് ബോസിന്റെ ക്രൂ ഒരവസ്ഥ, എന്തൊക്കെയോ ടാസ്കുകളൊക്കെ കാണിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ ആകും നോക്കാം. അനീഷ് എന്താണെങ്കിലും ക്യാപ്റ്റൻ ആയി, അതുകൊണ്ട് ഈ ഒരാഴ്ച നോമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. സോ
പുള്ളി രക്ഷപ്പെടും, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നുമില്ല. നന്നായിട്ട് തന്നെ എല്ലാവരെയും ചൊറിയുന്നുണ്ട്. മാക്സിമം മറ്റുള്ളവർ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് നിന്ന് എങ്ങനെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ കോമണർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യ മെയിൽ കോമണർ ആയിട്ടുള്ള അനീഷ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ ബിഗ് ബോസ് ആക്കിയെന്ന് നമുക്ക് പറയാം. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.